അങ്കിൾ ആ കണ്ണാടി ഭൂതങ്ങൾ എല്ലാവരെയും പേടിപ്പിച്ചോണ്ടിരിക്കുക. അവരാരെയും തൊടാൻ പാടില്ലെങ്കിൽ അത് മനസ്സിലാക്കി നിങ്ങൾ. അവര് മെയിൻലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സിറ്റി മുഴുവനും നശിക്കും. അത് മാത്രമല്ല ചൈന മുഴുവനും നശിക്കും. ഒരു ബലവും ഇല്ല. അതിന് കാരണം ഈ കിളവന്റെ തല മുഴുവൻ പൊള്ളയായതുകൊണ്ടാ. എന്റെ ചുണ്ടെന്തിനാ പിടിക്കുന്നത്? അങ്കിൾ പറയുന്ന കേക്കങ്കിൾ, ഇങ്ങനെ വഴക്കിടാനുള്ള സമയമല്ലിത്. ഇല്ല അങ്കിൾ, ഭീമയുടെ ചുണ്ട് പിടിച്ചതിന് കാരണം മന്ത്രം ഉച്ചരിക്കാൻ വേണ്ടിയാ. യൂമാ ഹീബാ ഹീഗാ ഹോയ്, ബ്യൂമാ ഹീഗാ ബീഹാ ഹോയ്, യൂമാ ബീഹാ ബീഹാ ഹോയ്, യൂമാ ബീഹാ ബീഹാ ഹോയ്, യൂമാ ബീഹാ ബീഹാ ഹോയ്. അങ്കിൾ, ഞാൻ അമ്മയുടെ രൂപത്തിലായിരുന്നപ്പോൾ എന്തൊക്കെയോ ക്ഷമിക്കണം അങ്കിൾ. അതൊന്നും സാരമില്ല ഭീമ. കണ്ണാടി നമ്മൾ ഇനി എന്ത് ചെയ്യും? ആരും പേടിക്കണ്ട. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ വഴി ഇതാ തുറന്നിട്ടിരിക്കുന്നു. ലോകം മുഴുവൻ നമുക്ക് സ്വന്തമാകാൻ പോകുന്നു. ഇനി മുതൽ നമ്മളായിരിക്കും ഇതിന്റെ സാരഥികൾ. കണ്ണാടി ഭൂതങ്ങളെ കപ്പലിൽ കയറാൻ പാടില്ല. പക്ഷെ കണ്ണാടി കഷ്ണം താഴെ വീണു പോയല്ലോ. അങ്കിൾ, ഇവര് തലക്കാനുള്ള മന്ത്രം എന്തുകൊണ്ട് ചെയ്തുകൂടെ? ഓ, ചെയ്യാമല്ലോ. എന്താ? ജാക്കി, ഹീമാ ഗോയിഗാ ഹൈഡീസ, ഹീമാ ഗോയിഗാ ഹൈഡീസ, ഹീമാ ഗോയിഗാ ഹൈഡീസ. ഈ ഡിസ്ക് ഫുള്ളായെന്നാ തോന്നുന്നേ. റിഫ്ലക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇനിയും വേണമെങ്കിൽ. ഇതാ അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉപേക്ഷിച്ചിട്ട് പോയതാ. ഹ്യൂമാ ഹൈഗാ ഹൈഡീസ, ഹ്യൂമാ ബൈഹാ ഹൈഡീസ, ഹ്യൂമാ ബൈഹാ. മൂന്നെണ്ണം പോയി. ഇനി ഒന്നും കൂടിയുണ്ട്. വേഗം ആവട്ടെ ജാക്കി, വേഗം. നീ താമസിച്ചു പോയി. അതെ, നിന്നെ തളയ്ക്കാനാ താമസിച്ചത്. അത് പിന്നെ ഞാൻ പിടിവശക്കാരിയാണ്. ഇത് സെക്ഷൻ 30-ൽ നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഇനി ഇങ്ങോട്ട് വരൂ അങ്കിൾ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവിടെ. സോറി അങ്കിൾ, ഞാൻ അങ്കിൾ പറഞ്ഞത് കേൾക്കണമായിരുന്നു. ഞാനും. നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. പക്ഷേ ഭീമയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. കണ്ണാടി ഭൂതങ്ങൾ നിന്റെ അമ്മയുടെ രൂപം നിനക്ക് തന്നു എന്ന് കരുതി നീ വായി തോന്നിയതൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞില്ലേ? പ്രത്യേകിച്ചും സംസാരശേഷി നഷ്ടപ്പെട്ട് ഞാൻ കൈകൊണ്ടും കാലുകൊണ്ടും ആംഗ്യം കാണിച്ചതിന്.